ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്റ്റഡി ടിപ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മാത്സിലെ രണ്ടാമത്തെ യൂണിറ്റായ നമ്പേഴ്സ് ആർ അവർ ഫ്രണ്ട്സ് എന്നതിൻ്റെ 3ാം ഭാഗമാണ്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്തും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒന്ന് ഷെയർ ചെയ്യണേ. ഓക്കെ, നെക്സ്റ്റ് ഹെൽത്ത് സർവേ. എന്താണ് ആരോഗ്യ സർവേ? എ ഹെൽത്ത് സർവേ ഈസ് ബീയിങ് കണ്ടക്റ്റഡ്. എന്താണ്, ഒരു ആരോഗ്യ സർവേ നടക്കുകയാണ്. ദേ വിസിറ്റ് ഹൗസസ് ഇൻ ദി ഓർഡർ ഓഫ് ദർ നമ്പേഴ്സ്. എങ്ങനെയാണ് അവർ വിസിറ്റ് ചെയ്യുന്നത്? വീടുകൾ വിസിറ്റ് ചെയ്യുന്നത് അതിൻ്റെ നമ്പറിനനുസരിച്ചാണ്, വീട്ടു നമ്പർ അനുസരിച്ചാണ്. ദേ റീച്ച് മിൻഹാസ് ഹോം ആൻഡ് ദി ഹൗസ് നമ്പർ ഈസ് 296. അവരെന്താണ്, മിൻഹൻ്റെ വീട്ടിലെത്തി. എന്താണ് മിൻഹൻ്റെ വീട്ടു നമ്പർ എന്താണ്? ഹൗസ് നമ്പർ എന്താണ്? 296. 296 ആണ്. ഇതാ മിൻഹൻ്റെ വീട് കണ്ടോ. റൈറ്റ് ദി നമ്പർ ഓഫ് ദി ഹൗസസ് ദേ ആർ ഗോയിങ് ടു വിസിറ്റ് നെക്സ്റ്റ്. അല്ലേ, അവർ അടുത്തതായിട്ട് സന്ദർശിക്കാൻ വിസിറ്റ് ചെയ്യാൻ പോകുന്ന വീടിൻ്റെ നമ്പറുകൾ അതിൻ്റെ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞത്. യു ക്യാൻ ആൾസോ കളർ ദി ഹൗസസ്. നിങ്ങൾക്ക് എന്താണ് ഈ വീടുകൾക്ക് കളർ ചെയ്യുകയും ചെയ്യാം. അല്ലേ, ഫസ്റ്റ് 295 ആണ് തന്നത്. നെക്സ്റ്റ് മിൻഹൻ്റെ ഹോം 296. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? അതിനോടൊന്ന് ആഡ് ചെയ്താൽ നെക്സ്റ്റ് നമ്പർ എഴുതുക 297. ദെൻ നെക്സ്റ്റ് 298, 299, 300, 301, 302, 303, 304, 305, 306, 307, 308, 309, 310, 311. അതങ്ങനെ എഴുതി പോയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് എണ്ണാൻ അറിയില്ലേ? 1 ആഡ് ചെയ്ത് നെക്സ്റ്റ് നമ്പേഴ്സ് ഇങ്ങനെ എഴുതി പോകും. നെക്സ്റ്റ് പ്രൈസ് ഓഫ് പെൻസിൽസ്. എന്താണ് പെൻസിലിൻ്റെ വില? പ്രൈസ്. അനൈ ബോട്ട് എ ബോക്സ് ഓഫ് പെൻസിൽസ് ഫ്രം ദി ഫാക്ടറി വേർ മിൻഹാസ് ഫാദേഴ്സ് ഷോപ്പ്. അതാണ് മിൻഹൻ്റെ ഫാദറിൻ്റെ ഷോപ്പുള്ളടത്തു നിന്ന്, ഫാക്ടറിയിൽ നിന്ന് എത്ര പെൻസിലാണ് അനൈ വാങ്ങിയത്? ഒരു ബോക്സ് പെൻസിൽസ് അനൈ വാങ്ങുകയാണ്. ദി പ്രൈസ് വാസ് 300. എത്രയാണ്? RS 300. 300 രൂപയാണ് അതിൻ്റെ വില. ഇൻ വാട്ട് ഡിനോമിനേഷൻസ് വുഡ് ഹി ഹാവ് ഗിവൺ ദി ഫോളോവിങ് നോട്ട്സ് ആൻഡ് കോയിൻസ്. ഇതാ ഇവിടെ എന്താണ്, നോട്ട്സും കോയിൻസും ഉണ്ടല്ലേ. ഈ കോയിൻസും ഏതൊക്കെ രീതിയിലായിരിക്കും, ഏതൊക്കെ ഡിനോമിനേഷനിലായിരിക്കും അനൈ കൊടുത്തിട്ടുണ്ടാവുക? അല്ലേ, ആ 300 ആവുന്നത് ഏതൊക്കെ വേലായിരിക്കും എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞത്. ഹൗ ഐ കാൽക്കുലേറ്റഡ്, ഹൗ മൈ ഫ്രണ്ട്സ് കാൽക്കുലേറ്റഡ്. നിങ്ങൾ സുഹൃത്ത് എഴുതിയത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തത് ഇവിടെ എഴുതുക. എന്തൊക്കെ കാൽക്കുലേഷൻ നടത്തിയിട്ടുണ്ടാകും അല്ലേ. 300 ആവാൻ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം അല്ലേ. ഇവിടെ 100ൻ്റെ നോട്ട് ഉണ്ടല്ലേ. 300 നോട്ട്സ് എടുത്താൽ എന്താണ്? 300 അല്ലേ. 100, 100, 100. 300ൻ്റെ നോട്ട്സ് നമ്മൾ എടുക്കുകയാണ്. ഇതാ 300ൻ്റെ നോട്ട്സ് 300 ആയില്ലേ. 1, 2, 3 അല്ലേ. 300 ഇതായിട്ട് ചെയ്താൽ 300 അല്ലേ കിട്ടുക. നെക്സ്റ്റ് എന്താണ്, ഇവിടെ 200ൻ്റെ നോട്ട് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരു 200ഉം ഒരു 100ൻ്റെ നോട്ട് എടുത്താലോ. ഒരു 100ൻ്റെ നോട്ട് എടുത്താൽ എന്താണ്? 2 + 1 എന്താണ്? 3 അല്ലേ. 300 കിട്ടിയില്ലേ. അങ്ങനെ ഏതൊക്കെ വേലാണ് 300 കിട്ടുക എന്നുള്ളതാണ് നിങ്ങൾ എഴുതേണ്ടത് അല്ലേ. 100 ആൻഡ് 200 റുപ്പീസ് അങ്ങനെ എടുക്കുക അല്ലേ. ഇനി നെക്സ്റ്റ് ഏതാവേ? ഇവിടെ 50ൻ്റെ നോട്ട്സ് ഉണ്ട് അല്ലേ. 50 രൂപൻ്റെ നോട്ടുണ്ട്. എത്ര 50 ആഡ് ചെയ്താലാണ് നമുക്ക് 300 കിട്ടുക? അല്ലെങ്കിൽ 2 50 എടുത്ത് നോക്കൂ. 2 50ൻ്റെ നോട്ട് നമ്മൾ എടുക്കുക. 50യും 50 എത്രയാണ്? 100 അല്ലേ. 5 + 5 10 അല്ലേ. 0, 5 + 5 10. 100 കിട്ടിയില്ലേ. ഇനി എത്ര വേണം 300 ആവാൻ? 100 + 200 അല്ലേ 300. നമ്മൾ ആദ്യം ചെയ്തു അല്ലേ. അപ്പോൾ എന്താണ്, 2 50ൻ്റെ നോട്ട്സും 2 50 നോട്ട്സ് ആൻഡ് 1 200ൻ്റെ നോട്ട്സ് എടുത്താൽ എന്താണ്, നമുക്ക് 300 കിട്ടിയില്ലേ. 1 200 റുപ്പിയും 2 50 റുപ്പീസും എടുത്താൽ നമുക്ക് 300 കിട്ടില്ലേ. 10 റുപ്പീസ് നോട്ട്സ് ഉണ്ട് അല്ലേ. 10 രൂപൻ്റെ നോട്ട് ഉണ്ട്. 10 രൂപൻ്റെ നോട്ട്സ് എത്ര എടുത്താൽ നമുക്ക് 100 കിട്ടും അല്ലേ. എത്ര 10 രൂപ നോട്ട്സ് എടുത്താൽ 10 എണ്ണം എടുത്താൽ നമുക്ക് 100 കിട്ടില്ലേ. 10 രൂപൻ്റെ 10 നോട്ട്സ് എടുത്താലല്ലേ. 10 രൂപ 10 വട്ടം എഴുതി കൂട്ടി നോക്കൂ. 10 എണ്ണം അല്ലേ. 100 രൂപ കിട്ടും അല്ലേ. 100 രൂപ കിട്ടില്ലേ. അപ്പോൾ 100 റുപ്പീസായി അല്ലേ. 10 രൂപൻ്റെ 10 നോട്ട്സ്, 10 നോട്ട്സാണ് നമ്മൾ 10 രൂപൻ്റെ 10 നോട്ട്സ് എടുത്താൽ 100 കിട്ടിയല്ലേ. ഇനി എത്രയും കൂടെ വേണം 300 ആവാൻ? ഒരു 200 കൂടി. ഒരു 200ൻ്റെ നോട്ട് എടുത്താൽ എന്താണ് 300 ആയില്ലേ. അപ്പോൾ 10 റുപ്പീസ് നോട്ട്സ് ആൻഡ് 1 200 നോട്ട് അല്ലേ. 1 200 റുപ്പി ആൻഡ് 10 റുപ്പി. ഇനി ഏതൊക്കെ വില നിങ്ങൾക്ക് എഴുതാം അല്ലേ. 1 രൂപൻ്റെ കോയിൻ ഉണ്ട്. ഈ 1 രൂപൻ്റെ കോയിൻ എത്ര എണ്ണം എടുത്താൽ 100 രൂപ കിട്ടും? ഇതൊരു 100 എണ്ണം എടുത്താൽ 100 രൂപ കോയിൻ എടുത്താൽ 100 രൂപ കിട്ടില്ലേ. 100 രൂപ എടുത്ത് നോക്കൂ നിങ്ങൾ. 100 1 റുപ്പീസ് എടുത്താൽ 100 വട്ടം 1 റുപ്പി എടുത്താൽ എത്ര കിട്ടി? 100 × 1 എന്താണ്? 100 കിട്ടിയല്ലേ. 100 കിട്ടി. അല്ലെങ്കിൽ അങ്ങനെ 100 ചെയ്താലേ. അങ്ങനെ 100 + ഒരു 200 കൂടി. ഒരു 200 1 200 നോട്ട് 1 200ൻ്റെ നോട്ടും ഒരു എന്താ 100
1 റുപ്പിയും എടുത്താൽ 300 കിട്ടി ഇല്ലേ? ഇനി എന്താണ് 50 രൂപ ഉണ്ടല്ലേ, 50 രൂപൻ്റെ 2 എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? 100 കിട്ടില്ലേ? 100 കിട്ടി. അപ്പോൾ ഒരു 2 നോട്ട് കൂടി എടുക്കുക. ഒരു 2 കൂടി എടുത്താൽ വീണ്ടും 100 കിട്ടി. അപ്പോൾ എന്താണ് നമുക്ക് 200 കിട്ടില്ലേ? ഒരു 50 രൂപൻ്റെ നോട്ട് കൂടി 2 വട്ടം എടുത്ത് നോക്കൂ അല്ലേ? 100 വീണ്ടും കിട്ടി. 5 + 5 10 അല്ലേ? പിന്നെ 0. 50 + 50 100 അല്ലേ? 100 രൂപൻ്റെ പകുതിയല്ലേ 50 രൂപ? അപ്പോൾ എന്താണ് നമ്മൾ എത്ര വട്ടം 50 എടുത്തു 300 കിട്ടാൻ? ഒരു 100 ഒരു 100 ഒരു 100 നമുക്ക് എത്ര കിട്ടി? 300 കിട്ടിയില്ലേ? 100 + 100 + 100 300 അല്ലേ? നോക്കൂ 100 100 100 എത്രയാണ്? 300 ആണല്ലേ? 1 + 1 + 1 300 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര 50 ആഡ് ചെയ്തിട്ടാണ് 300 കിട്ടിയത്? 1 2 3 4 5 6 6 50 ഇല്ലേ? 650 റുപ്പീസ് എടുത്താൽ നമുക്ക് 300 കിട്ടും ഇല്ലേ? 650 റുപ്പീസ് എടുത്താൽ 300 കിട്ടും. അപ്പോൾ 650 റുപ്പീസ്. പിന്നെ ഏതൊക്കെ വേല് 300 കിട്ടും? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഏതൊക്കെ വേല് 300 കിട്ടുന്നുണ്ടെന്ന്. നെക്സ്റ്റ് എന്താണ്? ഇഫ് ഈച്ച് നോട്ട് ആൻഡ് കോയിൻ ഇൻ ദി പിക്ചർ ഈസ് ടേക്കൺ ടുഗദർ ഹൗ മച്ച് റുപ്പി വുഡ് ഇറ്റ് ബി? ഈ പിക്ചറിലുള്ള ഓരോ നോട്ടും കോയിനും ഒരുമിച്ചെടുക്കുകയാണ്, ടുഗദർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എത്ര രൂപയുണ്ടാകും അല്ലേ? ടോട്ടൽ എത്രയാണെന്നാണ് ചോദിച്ചത്. ഇതെല്ലാം പാടെ ആഡ് ചെയ്താൽ പോരെ? 100 220 50 അതൊക്കെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. 100 + 20 + 50 + 10 + 200 + 5 + 500 + 2 + 1 എത്രയാണ്? ആഡ് ചെയ്ത് നോക്കൂ. ആഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി അല്ലേ? 888. ക്യാൻ യു ഡ്രോ ഇറ്റ് ഇൻ ദി അബാക്കസ്? അല്ലേ, ഈ അബാക്കസിൻ്റെ ബോർഡിൽ ഇത് 888 എന്നുള്ളത് നമ്മളെങ്ങനെ ഡ്രോ ചെയ്യുക? വരക്കൽ എങ്ങനെയാണ്? ബീഡ്സ് ഉപയോഗിച്ചിട്ട് റൗണ്ട് ചെയ്തിട്ട് വരച്ചാൽ മതി. 888 ആണല്ലേ നമ്പർ. അപ്പോൾ എന്താണ് 8? 100ൻ്റെ പ്ലേസ് 1സിൻ്റെ പ്ലേസിൽ 8 ആണ്, 10സിൻ്റെ പ്ലേസിലും 8 ആണ്, 100സിൻ്റെ പ്ലേസിലും 8 ആണ് അല്ലേ? അപ്പോൾ 3 പ്ലേസുകൾ പ്ലേസ് വാല്യൂ കണ്ടോ? 1സിൻ്റെ പ്ലേസ്, 10സിൻ്റെ പ്ലേസ്, 100സിൻ്റെ പ്ലേസ്. 1സിൻ്റെ പ്ലേറ്റിൽ എന്താണ് 8 ആണല്ലേ? 1 2 3 4 5 6 7 8 ബീഡ്സ് നിങ്ങൾ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ വരക്കുക. കറക്റ്റാക്കി വരക്കണേ. 1 2 3 4 5 6 7 8 ബീഡ്സ് 10സിൻ്റെ പ്ലേസിലും വരച്ചു. ഇനി 100സിൻ്റെ പ്ലേസിൽ എന്താണ് 8 ആണല്ലേ? അപ്പോൾ വീണ്ടും 8 ബീഡ്സ് വരക്കുക. 1 2 3 4 5 6 7 8 ബീഡ്സ് വരക്കുക. അപ്പോൾ എന്തായി അല്ലേ? 1സിൻ്റെ പ്ലേസിലും 10സിൻ്റെ പ്ലേസിലും 100സിൻ്റെ പ്ലേസിലും 3 8 അല്ലേ? 888 അല്ലേ നമുക്ക് കിട്ടിയ? 888. അപ്പോൾ എന്താണ് 3 പ്ലേസിലും 8 ആയതുകൊണ്ട് 8 റൗണ്ട്സ് 8 ബീഡ്സ് നമ്മൾ അബാക്കസിൻ്റെ ഈ ബോർഡിൽ വരക്കാം. ഇവിടെ എന്താണ് അബാക്കസിൻ്റെ ബോർഡ് തന്നിട്ടുണ്ടല്ലേ? വാട്ട് ഈസ് ദി നമ്പർ ഷോൺ ഇൻ ദി അബാക്കസ്? ഈ അബാക്കസിൽ കാണിച്ച നമ്പർ ഏതാണ്? 1സിൻ്റെ പ്ലേസിൽ 3 ആണ്. ദെൻ 10സിൻ്റെ പ്ലേസിൽ എത്രയാണ്? 1 2 3 4 5 6 അല്ലേ? 6 ആണ്. ദെൻ 100സിൻ്റെ പ്ലേസിൽ എന്താണ്? 2 അല്ലേ? 2 2 ബീഡ്സ് അല്ലേ ഉള്ളൂ? 2. അപ്പോൾ 263 ആണ് നമ്പർ അല്ലേ? ഇങ്ങനെയാണ് അബാക്കസിൽ നമ്മൾ ഏതാണ് നമ്പർ എന്ന് നോക്കലല്ലേ? എന്താണ് ഇത്? 1's പ്ലേസ് ആണ്, നിങ്ങൾക്ക് അറിയില്ലേ? ഇത് 1's പ്ലേസ്, ഇത് 10's പ്ലേസ്, ഇത് 100 പ്ലേസ്. 263 എന്നല്ലേ ഇത് വായിക്കുക? അപ്പോൾ 200 അല്ലേ? ഇത് 100ൻ്റെ പ്ലേസ് ആണ്. 63 60 ഇത് 10ൻ്റെ പ്ലേസ് ആണ്. 3 ഇത് 1സിൻ്റെ പ്ലേസ് ആണ്. ഒന്നാമത്തെ സ്ഥാനം. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്തുള്ളതാണ് ഫസ്റ്റ് വരുന്നത്, പിന്നെ ഈ നമ്പർ, പിന്നെ ഇവിടെ വരുന്ന ഈ നമ്പർ. അങ്ങനെയാണ് നമ്മൾ എഴുതാറ് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദി നമ്പർ? ഈ നമ്പർ ഏതാണ്? ഡ്രോ ബീഡ്സ് ടു മേക്ക് ഇറ്റ് 764 ഇൻ ദിസ് പിക്ചർ. എന്താണ് ഈ പിക്ചറിൽ എങ്ങനെയാണ് നമ്മൾ ബീഡ്സ് അടയാളപ്പെടുത്തേണ്ടത്? ബീഡ്സ് വരക്കാനാണ് പറഞ്ഞത്. ഏത് നമ്പറിൻ്റെ ബീഡ്സാണ് വരക്കുന്നത്? 764. 764 700. 100ൻ്റെ പ്ലേസിൽ എന്താണ്? 7 ആണല്ലേ? അപ്പോൾ ഇവിടെ 7 ബീഡ്സ് വരക്കണം. 10സിൻ്റെ പ്ലേസിൽ 6 ബീഡ്സും 4 അല്ലേ? 1സിൻ്റെ പ്ലേസിൽ 4 ബീഡ്സും വരക്കണം. ഇവിടെ 1 ബീഡ്സ് തന്നിട്ടുണ്ട്. ഇനി എന്താണ് 3 ബീഡ്സ് കൂടി നമ്മൾ വരക്കണം അല്ലേ? 4 ആവാൻ 2 3 4. ഞാൻ 3 ബീഡ്സ് കൂടി വരച്ചിട്ടുണ്ടല്ലേ? അപ്പോൾ 4 ആയില്ലേ? 1 2 3 4 ബീഡ്സ് ആയില്ലേ? 1സിൻ്റെ പ്ലേസിൽ 4. ഇനി 10സിൻ്റെ പ്ലേസ് ഇതാ. 10സിൻ്റെ പ്ലേസ് കണ്ടോ? രണ്ടാമത്തെ പ്ലേസിൽ ഏതാണ്? 6 നമ്പേഴ്സ് വേണം. 6 ബീഡ്സ് വേണം അല്ലേ? നമുക്ക് 6 ബീഡ്സ് വരച്ചാലോ? 1 2 3 4 5 6 ബീഡ്സ് വരച്ചു. ഇനി എന്താണ്? 100സിൻ്റെ പ്ലേസിൽ എന്താണ്? 7 ആണല്ലേ? 100സിൻ്റെ പ്ലേസിൽ 7 ആണ്. 3 ബീഡ്സ് ഇവിടെ ഉണ്ട്. ദെൻ 4 5 6 7 ബീഡ്സ് ആവാൻ എത്ര ഉണ്ട്? 4 ബീഡ്സ് കൂടി വരച്ചാൽ മതിയില്ലേ? അപ്പോൾ 700സിൻ്റെ പ്ലേസിൽ 7 ആയി. നെക്സ്റ്റ് എന്താണ്? ഡ്രോ ബീഡ്സ് ടു ഷോ എനി നമ്പർ യു ലൈക്ക് ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇതിൽ ബീഡ്സ് അടയാളപ്പെടുത്തിയിട്ട് വരക്കും ചെയ്യുക, താഴെ നമ്പർ എഴുതും ചെയ്യുക.
ഞാൻ ഈ അബാക്കസിൽ ബീഡ്സ് വരച്ചിട്ടുണ്ട് എനിക്കിഷ്ടമുള്ള. ഇതെന്താണ്, ഈ നമ്പർ ഏതാണ് അല്ലേ? ഹൺഡ്രഡ്സിൻ്റെ പ്ലേസിൽ 1ഉം 10സിൻ്റെ പ്ലേസിൽ 2ഉം 1സിൻ്റെ പ്ലേസിൽ 3ഉം 1 2 3 123 ആണല്ലേ. നെക്സ്റ്റ് എ ചെക്ക്. ലുക്ക് അറ്റ് ദി ചെക്ക് മിൻഹാസ് ഫാദർ റോട്ട്. മിൻഹയുടെ ഫാദർ എഴുതിയ ചെക്ക് കണ്ടോ? ചെക്ക് ലീഫ് കണ്ടോ? ദി എമൗണ്ട് ഈസ് റിട്ടൺ ഓൺലി ഇൻ വേർഡ്സ്. എന്താണ് അതിൻ്റെ പൈസ എമൗണ്ട് എങ്ങനെയാണ് എഴുതിയത്? വേർഡ്സിലാണല്ലേ എഴുതിയത്. റൈറ്റ് ഇറ്റ് ആസ് എ നമ്പർ. അതെങ്ങനെ നമ്പറിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. എത്രയാണ് വേർഡ്സിൽ എഴുതിയത്? 1000 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. ഈ 1000 നമ്പേഴ്സിൽ എങ്ങനെ എഴുതുക? 1000 ഇതല്ലേ 1000. 1ഉം 3 0 എഴുതിയാൽ 1000 ആയി. നെക്സ്റ്റ് കംപ്ലീറ്റ് ദി ടേബിൾ. ഈ ടേബിൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക? നമ്പർ എന്നുള്ളിടത്ത് നമ്പർ എഴുതുക. ഇൻ വേർഡ്സ്, അത് വേർഡ്സിലാക്കിയിട്ട് ആ വേർഡ്സ് എന്നുള്ള കോളത്തിൽ എഴുതുക. നമ്പർ എന്താണ് തന്നത്? ഫസ്റ്റ് 1 2 5. ഇതിൻ്റെ വേർഡ്സിൽ എങ്ങനെയാണ് പറയുക? 125. അടുത്തത് എന്താണ്? വേർഡ്സിൽ തന്നിട്ടുണ്ടല്ലേ 405 എന്നുള്ളതിനെ നമ്പറിൽ നമ്മൾ എങ്ങനെ എഴുതുക? 405. നെക്സ്റ്റ് 819നെ നമ്പറിൽ എങ്ങനെ എഴുതുക? 890. ദെൻ 342നെ 342. 617 എന്നുള്ള നമ്പറിന് വേർഡ്സിൽ 617. 550 എന്നുള്ളതിന് 550. 261 എന്നുള്ളതിന് 261 എന്നല്ലേ വേർഡ്സിൽ പറയുക. നിങ്ങൾക്കറിയുന്നതല്ലേ, അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി പഠിച്ചാൽ മതി കേട്ടോ. ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദി പേയിങ് സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. ഒരു ബാങ്കിൻ്റെ പേയിങ് സ്ലിപ്പാണിത്. വി ഹാവ് ടു റൈറ്റ് ദി നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡിനോമിനേഷൻ ആൻഡ് ദി ടോട്ടൽ എമൗണ്ട്. അതാണിതിൽ നോട്ട്സിൻ്റെ എണ്ണവും ടോട്ടൽ എമൗണ്ടും എഴുതണം. മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 റുപ്പീസ്. മിൻഹയുടെ ഫാദർ എന്താണ് 6 നോട്ടുകളാണ്, 6 നോട്ട്സാണ് 800 രൂപ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. വാട്ട് നോട്ട്സ് വുഡ് ഹീ ഹാവ് ഗിവൺ? അങ്ങനെയാണെങ്കിൽ ഏതായിരിക്കും മിൻഹൻ്റെ ഫാദർ കൊടുത്ത നോട്ട്സ്? ഏതൊക്കെയായിരിക്കും അല്ലേ? 6 നോട്ട്സ് വേണം. 6 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ടു ഡെപ്പോസിറ്റ് 800 റുപ്പീസ്. 800 റുപ്പീസ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 6 നോട്ട് 6 നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. 400 + 400 എന്താണ്? 800 ആയില്ലേ. ബട്ട് എന്താണ് 6 നോട്ട് വേണം. 6 നോട്ട് വേണമെങ്കിൽ ഇവിടെ ഏതൊക്കെയാണ് ഉള്ളത്? 500ൻ്റെ നോട്ടുണ്ട്, 200ൻ്റെ നോട്ടുണ്ട്, 100ൻ്റെ നോട്ടുണ്ട്, 50 ഉണ്ട്, 20 ഉണ്ട്, 10 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. ഇതൊക്കെ ഉണ്ട്. ഇതിൽ 6 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുത്തിട്ട് 800 ആയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ എടുക്കാം? 400 + 400 എന്താണ്? നമുക്കറിയാം 800 ആണല്ലേ. ബട്ട് 400ൻ്റെ നോട്ടില്ല ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ്? 6 നോട്ട്സ് ആവണം. അപ്പോൾ ഒരു 400 നമുക്ക് എങ്ങനെ എടുക്കാം? 200 ഉണ്ടല്ലേ. 200 + 200 എന്താണ്? 400 അല്ലേ. അപ്പോൾ 2 200ൻ്റെ നോട്ട് എടുത്താൽ 400 ആയി ഇല്ലേ. 2 × 2 എന്താണ്? 4. ദെൻ 2 zeros ഇവിടെ എഴുതാം. 2 × 2 എന്താണ്? 4 അല്ലേ. അപ്പോൾ എന്താണ്? 2 200ൻ്റെ നോട്ട് എടുത്താൽ 400 കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എടുക്കാം? എത്ര 100ൻ്റെ നോട്ട് എടുക്കണം ഇനി 400 കിട്ടണമെങ്കിൽ? അല്ലേ, നമുക്കെന്താണ് 6 നോട്ട്സ് വേണം. 2 നോട്ടായി. ഇനി എത്ര നോട്ട്സ് എടുക്കണം? 4 നോട്ട്സ് കൂടി എടുത്താൽ 6 നോട്ടാവുള്ളൂ. 2 + 4 അല്ലേ. 4 + 2 6 ആണ്. അപ്പോൾ എന്താണ്? ഇത് നോട്ട്സാണ്, നോട്ട്സിൻ്റെ എണ്ണമാണ്. നോട്ട്സിൻ്റെ എണ്ണം 6 ആവണം. 6 നോട്ട്സാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 നോട്ട്സ് നമ്മൾ 200 എടുത്തു. ഇനി 4 നോട്ട്സ് ഏതിൻ്റെ എടുത്താലാണ് 400 കിട്ടുക അല്ലേ? 100ൻ്റെ നോട്ട് എടുത്താലല്ലേ. 100 × 4 അല്ലേ 400. 100ൻ്റെ 4 നോട്ട് എടുത്താലല്ലേ നമുക്ക് 400 കിട്ടുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു വേല ചെയ്താലേ 100ൻ്റെ 4 നോട്ട്സും 200ൻ്റെ 2 നോട്ട്സും. അപ്പോൾ 200ൻ്റെ 2 നോട്ട്സും 100ൻ്റെ 4 നോട്ട്സും 4 നോട്ട്സും എടുത്താൽ നമുക്ക് എന്ത് കിട്ടി? 800 കിട്ടി. ഇനി ഏതൊക്കെ വേല് നിങ്ങൾക്ക് 800 കിട്ടും അല്ലേ? നമ്മൾ ഇങ്ങനത്തെ കുറേ പ്രോബ്ലംസ് ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് സ്വയം ചെയ്ത് നോക്കാൻ ശ്രമിക്കുക. ഞാനിവിടെ നമ്പേഴ്സ് അബാക്കസിൽ ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിൽ എത്ര പേർക്കറിയാം ഇതേതാ നമ്പറെന്ന്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ. ആർക്കൊക്കെ അറിയാമെന്ന് നോക്കാമല്ലോ. ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് സം ഓഫ് ഡിജിറ്റ് ആണല്ലേ പഠിക്കാനുള്ളത്. അതിൻ്റെ ഒരു എളുപ്പത്തിലുള്ള മെത്തേഡുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.